നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ ഫേവറിറ്റുകൾ ആരൊക്കെയാണ്? ചോദ്യം പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടിനസിനോടാണ്. പോർച്ചുഗൽ ഫേവറിറ്റ്സ് അല്ല, കണ്ടൻറ്റേഴ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണം, ഒരു ടീം ഫേവറിറ്റ്സ് ആവണമെങ്കിൽ നേരത്തെ വേൾഡ് കപ്പ് നേടിയ ടീം ആവണം. അങ്ങനെയാവുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ജനറേഷന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളാണ് ഫേവറിറ്റ്സ് ആവുക. പക്ഷെ പോർച്ചുഗൽ ഒരു കണ്ടൻഡർ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, ഇഫ് പോർച്ചുഗൽ ഈസ് ഓൺലി എ കാൻഡിഡേറ്റ് ഓർ എ കണ്ടൻഡർ, ഹു ആർ ദി ഫേവറിറ്റ്സ്? മാർക്കൊക്കെ നൽകിയ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിലാണ് ഈ ചോദ്യം. അദ്ദേഹത്തിന്റെ മറുപടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, വേൾഡ് കപ്പ് വിജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഫോമിൽ ആര് വരുന്നുവോ അവരാണ് ഫേവറിറ്റ്സ്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ ടീമിനേക്കാൾ മുന്നിൽ ഏതെങ്കിലും ടീമുണ്ടോ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ മറുപടി ഇതിൽ ഞാൻ പറയുന്നത്, ഏറ്റവും നല്ല ഫോമിൽ ആരെത്തുന്നുവോ അവരാണ് ഫേവറിറ്റ്സ്. അപ്പോൾ ഞാൻ സ്പെയിനിനെ പറയും, സ്പെയിന്. അതോടൊപ്പം തന്നെ ജർമ്മനി നല്ല രൂപത്തിൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരിക. കാരണം നേഷൻസ് ലീഗിൽ അവരുടെ നാട്ടിൽ എന്താ സംഭവിച്ചത്, അപ്പം അതുകൊണ്ട് അവർ നല്ല രൂപത്തിൽ അവരും വരും. പിന്നെ കൂടാതെ അവർ മാത്രമാണ് അമേരിക്കാസിൽ പോയിട്ട് ഒരു വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ടീം. അത് ബ്രസീൽ 2014, അതായത് 2014 ബ്രസീലിൽ വെച്ച് അവർ കിരീടം ചൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പിന്നെ ഞാൻ പറയും ഫേവറിറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഫ്രാൻസിന്. എൻ്റെ ഒപ്പീനിയനിൽ അവർ ബിഗ് ടൂർണമെൻറ്റുകൾ കളിക്കാൻ വേണ്ടി ഉള്ള ടീമാണ്. അതുപോലെ തന്നെയാണ് ബ്രസീലും അർജന്റീനയും. സോ അവരുടെ പ്രോക്സിമിറ്റി വെക്കുമ്പോൾ അവരെ നമ്മൾ ഫേവറിറ്റ്സ് ആയിട്ട് കാണണം. ഇതാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് റോബർട്ടോ മാർട്ടിനസ് ഈ വേൾഡ് കപ്പിൻ്റെ ഫേവറിറ്റ്സ് ആയിട്ട് എടുത്തു പറയുന്നത് സ്പെയിന്, ജർമ്മനി, അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രസീൽ, അർജന്റീന. അതേസമയം പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിനുള്ള കണ്ടൻഡർ ആണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹം സ്പെയിനുകാരനാണല്ലോ, സ്പെയിനുമായിട്ടൊരു വേൾഡ് കപ്പ് ഫൈനൽ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, 8ാമത്തെ മാച്ച്, വേൾഡ് ഫൈനൽ പറയുമ്പോൾ 8ാമത്തെ മാച്ചാണ്. അത് കളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ സക്സസ് ആയിരിക്കും. എല്ലാ യൂറോപ്യൻ ടീമുകളും വലിയ ചാലഞ്ച് നേരിട്ടിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് എത്തുന്നത്. കാരണം അത് പലപ്പോഴും അങ്ങനെ സംസാരിച്ചിട്ടില്ല ഈ കാര്യത്തെക്കുറിച്ച്. കാരണം 3 രാജ്യങ്ങളിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ലോജിസ്റ്റിക്സിനോട് അഡാപ്റ്റഡ് ആവണം, ഓൾട്ടിറ്റ്യൂഡിനോട് അഡാപ്റ്റഡ് ആവണം, ക്ലൈമറ്റിനോട് അഡാപ്റ്റഡ് ആവണം. 2022 വേൾഡ് കപ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഖത്തർ വേൾഡ് കപ്പ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഒരു സീസണിൻ്റെ മിഡിൽ വെച്ച് നടത്തി, ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ ട്രെയിനിങ് ക്യാമ്പ്, എല്ലാം ചെറിയ സ്ഥലത്തായിരുന്നു. ഇത് വലിയ സ്ഥലത്ത് വെച്ച് നടക്കണം. സോ ഫൈനലിൽ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് കോച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.